നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 7-ാം മാസം 21-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ യഹൂദാ ദേശാധിപതിയായി ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിനോടും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനമോർപ്പീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ പിന്നിലെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 9-ാം മാസം 24-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ ഹഗ്ഗായി, ശവത്താൽ അശുദ്ധനായ ഒരു മനുഷ്യൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എന്റെ സന്നിധിയിലാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ കൈകളുടെ പ്രവൃത്തിയോ ഒക്കെയും അങ്ങനെ തന്നെ. അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ. ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിനുള്ള മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവർത്തികളിൽ നിന്ന് ദണ്ഡിപ്പിച്ച്, എങ്കിലും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്നു തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവീൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങി ഉള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവീൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായതെന്തെന്നാൽ, യഹൂദ ദേശാധിപതിയായ സെരുബ്ബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും. ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ച് കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താന്റെ സഹോദരന്റെ വാളിനാൽ വീഴും. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായി ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവം ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കുമെന്നുള്ള
2-ാം അധ്യായത്തിലെ 6-ാം വാക്യം എബ്രായ ലേഖനകാരൻ 12-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗിക നിവൃത്തി യേശുവിന്റെ കുരിശുമരണ സമയത്തുണ്ടായി. അന്ന് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറ തുറന്നു, മന്ദിരത്തെ തേശയിലെ മേൽതൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. യേശുവിന്റെ വീണ്ടും വരവിനോടനുബന്ധിച്ച് അതിന്റെ പൂർണ്ണ നിവൃത്തി ഉണ്ടാകും. 7-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കടലിനെയും കരയെയും ആകാശത്തെയും ഭൂമിയെയും ഇളക്കും എന്നാണ്. യേശു തന്റെ വീണ്ടും വരവിന്റെ അടയാളമായി മത്തായിയുടെ സുവിശേഷം 24-ലും മർക്കോസിന്റെ സുവിശേഷം 13-ലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും പറഞ്ഞു, കടലിന്റെയും തിരമാലകളുടെയും മുഴക്ക നിമിത്തം ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമമുണ്ടാകും. അതുപോലെ ഭൂകമ്പങ്ങൾ വർദ്ധിക്കാൻ ഇടയായിത്തീരും. അപ്പോൾ ആകാശത്തെയും കടലിനെയും കരയെയും ഒക്കെ തന്റെ വീണ്ടും വരവിനോ അടുക്കുമ്പോൾ ഇളക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാം വാക്യത്തിൽ പറയുന്നത്, ആ കാലത്ത് സകല ജാതികളുടെയും മനോഹര വസ്തു വരുമെന്നാണ്. മനോഹര വസ്തു എന്നത് യേശുവിന്റെ കാര്യമാണ്. ഇംഗ്ലീഷിൽ ഡിസയർ ഓഫ് ഓൾ നേഷൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, അവിടെയുള്ള ക്ഷാമങ്ങൾ, മഹാവ്യാധികൾ, അത് നിമിത്തം മനുഷ്യൻ ചിലര് മരണത്തെ കൊതിക്കും. എന്നാൽ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ കർത്താവ് ഒന്ന് വന്നവൻ ദൈവരാജ്യം സ്ഥാപിക്കുമല്ലോ, ഈ ദുരിതങ്ങളൊക്കെ മാറുമല്ലോ. അപ്പോൾ ലോകത്തുള്ള സകല രാജ്യത്തുമുള്ള വിശ്വാസികൾ കാംക്ഷിക്കുന്നത് യേശുവിന്റെ വീണ്ടും വരവാണ്. അതാണ് സകല രാജ്യങ്ങളുടെയും മനോഹര വസ്തു എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. 6-ാം മാസം 1-ാം തീയതി ആയിരുന്നു 1-ാം അരുളപ്പാട്. 2-ാം അധ്യായത്തിലെ 2-ാം അരുളപ്പാട് 7-ാം മാസം 21-ാം തീയതിയും 3-ാം അരുളപ്പാട് 9-ാം മാസം 24-ാം തീയതിയും ആയിരുന്നു. അങ്ങനെ 3 മാസം മിച്ചം 4 മാസം താഴെ ഒരു കാലം മാത്രമാണ് ഹഗ്ഗായിയുടെ പ്രവചന ശുശ്രൂഷ ഉണ്ടായിരുന്നത്. അവർ ദേവാലയത്തിന്റെയും ആരാധനയുടെയും കാര്യം ശ്രദ്ധിക്കാതിരുന്ന കാലത്ത് ദൈവം കാലാവസ്ഥാ വ്യതിയാനം വരുത്തിയതിനാൽ അവർക്ക് വിളവ് ലഭിച്ചില്ല. ദേശാധിപതിയായ സെരുബ്ബാബേലിനോടും മഹാപുരോഹിതനായ യോശുവയോടും ജനത്തോടും പ്രവാചകൻ പറയുന്നത്, അവർ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് ദൈവാലയ ശുശ്രൂഷ അല്ലെങ്കിൽ ദേവാലയം പുനർനിർമ്മിക്കുകയും അതിനുവേണ്ടി ചെലവ് ചെയ്യുകയും അതിനുവേണ്ടി ചുമല് കൊടുക്കുകയും ചെയ്യാൻ തയ്യാറായ കാലം മുതൽ ദൈവം കാലാവസ്ഥ മാറ്റി നല്ല കാലാവസ്ഥയാക്കി വിളവ് വർദ്ധിച്ചു. അവരുടെ സാമ്പത്തിക നിലയ്ക്ക്, ആരോഗ്യത്തിന് ഒക്കെ വർധനമുണ്ടായി എന്നാണ്. അത് ദൈവരാജ്യത്തിന് നിഴലാണ്. 6-7 വാക്യങ്ങൾ പറയുന്നത്, ഇസ്രയേലിന്റെ പാപത്തിന് തുല്യം ലോകത്തിലെമ്പാടും പാപം പെരുകുമ്പോൾ ദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും കടലിന്റെയും കരയുടെയും ഒക്കെ സ്ഥിതിക്ക് മാറ്റം വരുത്തി അതിനെ ഇളക്കും. അതിന്ന് അവിടെ സംഭവിക്കുന്ന നമുക്ക് കാണാം. ചക്രവാത ചുഴിയെന്ന് പറയുന്നു, അതുപോലെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നു, മണ്ണിടിച്ചിൽ എന്ന് പറയുന്നു, ഉരുൾപൊട്ടൽ എന്ന് പറയുന്നു. ഇതെല്ലാം യേശുവിന്റെ വീണ്ടും വരവിന്റെ സൂചനകൾ ദൈവം നൽകുകയാണ്. അത് കണ്ട് മനസാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവമാണ്, അതായത് കടലിന് മീതെ നടന്ന, കാറ്റിനെയും കടലിനെയും ശാസിച്ച കർത്താവായ യേശുവാണ് ദൈവം എന്ന് മനസ്സിലാക്കി, യേശു നമ്മുടെ നരകമേറ്റ് മരിച്ചു എന്ന് മനസ്സിലാക്കി, രക്ഷാമാർഗം ഒരുക്കിയെന്ന് മനസ്സിലാക്കി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം നേടുന്ന യഹൂദന്മാരും പുറജാതികളും ചേർന്ന് ദൈവരാജ്യം അനുഭവിക്കുവാൻ കർത്താവ് മടങ്ങി വരികയാണ്. ആ മടങ്ങി വരുന്ന യേശുവാണ് സകലരുടെയും മനോഹര വസ്തു. അവർ കാണാൻ ആഗ്രഹിക്കുന്നത് യേശുവാണ്. യേശു വന്ന് ദൈവരാജ്യം സ്ഥാപിക്കും. യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ കർത്താവ് അനുഗ്രഹം തരും. അല്ലാത്ത ആളുകൾക്ക് നരകമല്ലാതെ ഇല്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഈ പുസ്തകം നൽകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.